സൂറത്തുൽ നൂറിലെ 33-ാമത്തെ ആയത്തുകളിൽ വ്യഭിചാരത്തിലേക്ക് എത്തുന്ന വാക്കും പ്രവർത്തനങ്ങളും കാരണങ്ങളുമായിട്ട് 14 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആമീൻ റബ്ബൽ ആലമീൻ. സത്യവിശ്വാസികളെ, ഷെയ്ഖ് ബക്കർ ബിൻ അബ്ദുല്ലാ അബൂ സൈദ് റഹിമഹുള്ളയുടെ ഹിറാസത്തുൽ ഫളീല, മാന്യതയെ സംരക്ഷിക്കുക എന്ന ഗ്രന്ഥം, അതിൽ ചില ഭാഗങ്ങൾ കഴിഞ്ഞ ദർസുകളിലായിട്ട് നാം പറഞ്ഞിരുന്നു. ഷെയ്ഖ് ഇതില് ഉസൂലുൽ ഫളീല, മാന്യതയുടെ ഉസൂലുകൾ, അത് 10 എന്ന് പറഞ്ഞു. അതിൽ 5 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിലൊന്നാമത്തേത് സ്ത്രീയും പുരുഷനും വ്യത്യസ്തരാണ് എന്നുള്ളതിൽ ഈമാനിന്റെ പ്രാധാന്യം, അവിശ്വസിക്കുന്നതിന്റെ പ്രാധാന്യം. രണ്ടാമത്തേത് അൽ ഹിജാബുൽ ആം പറഞ്ഞു. മൂന്നാമത്തേത് അൽ ഹിജാബുൽ ഖാസ് പറഞ്ഞു. നാലാമത്തേത് അൽ ഖറാറു ഫിൽ ബൈത്ത്, സ്ത്രീകൾ വീട്ടിൽ ഒതുങ്ങി താമസിക്കുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞു. അഞ്ചാമത്തേത് അൽ ഇഖ്തിലാത്ത് മുഹറമുൻ ശർഅൻ, സ്ത്രീ പുരുഷന്മാർ കൂടിക്കലരുന്നത് ശർഇൽ ഹറാമാണ് എന്ന് പറഞ്ഞു. അതാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇനി അൽ അസ്ലു സാദിസ്, 6ാമത്തെ അസ്ല് എന്ന് പറയുന്നത് അത്തബറുജ് വസ്സുഫൂർ മുഹറമാനി ശർഅൻ. സ്ത്രീകളെ സംബന്ധിച്ച് തന്നെ തബറുജ്, അവരുടെ സൗന്ദര്യ പ്രകടനം, അതുപോലെ വസ്സുഫൂർ, സുഫൂർ എന്ന് പറഞ്ഞാൽ അവര് ഹിജാബ് ഒഴിവാക്കുക എന്നത്, അവരുടെ മുഖം മറക്കുന്ന അല്ലെങ്കിൽ തല മറക്കുന്ന ആ തട്ടം അത് ഒഴിവാക്കുക എന്നുള്ളത്. മുഹറമാനി ശർഅൻ, ഈ 2 കാര്യങ്ങൾ ശർഇൽ ഹറാമാണ്. ഈ 2 കാര്യങ്ങൾ ഹറാമാക്കപ്പെട്ടതാണ്. അപ്പൊ കഴിഞ്ഞ ഉസൂലുകളിലെല്ലാം നാം പറഞ്ഞ വിഷയമാണ് ഹിജാബ് നിർബന്ധമാണ് എന്നുള്ളത്. ഒരു സ്ത്രീ അവളുടെ മുഖം ഉൾപ്പെടെയുള്ള ശരീര സൗന്ദര്യം അന്യപുരുഷന്മാരിൽ നിന്ന് മറക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്ന് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുമുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നാം പറഞ്ഞിരുന്നു. ഇവിടെ പറയുന്നത് സ്ത്രീകളുടെ സൗന്ദര്യ പ്രകടനം അല്ലെങ്കിൽ തന്റെ സൗന്ദര്യം മറ്റുള്ളവരെ കാണിച്ച് പുറത്തിറങ്ങി നടക്കുന്നത് അത് ഹറാമാണ് ശർഇൽ എന്നുള്ളതാണ് ഈ അസ്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഷെയ്ഖ് പറയുന്നത് തബറുജ് എന്നും പറഞ്ഞു, അസുഫൂർ എന്നും പറഞ്ഞു. തബറുജ് എന്ന് പറഞ്ഞാൽ മുഖം ഉൾപ്പെടെ തന്നെ ബാക്കിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള സൗന്ദര്യം പ്രകടിപ്പിക്കുന്നതിനാണ് തബറുജ് എന്ന് പറയാം. അവരുടെ വേഷം ധരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആകർഷിക്കുന്ന വേഷം ധരിച്ചോ, അങ്ങനെ എന്തും ശരീരത്തിന്റെ ഏത് ഭാഗം പ്രകടിപ്പിച്ചും അല്ലെങ്കിൽ ആകർഷിപ്പിക്കുന്ന രീതിയിൽ വേഷം ധരിച്ചാലൊക്കെ തബറുജ് എന്ന് പറയും. സുഫൂർ എന്ന് പറഞ്ഞാൽ അവരുടെ മുഖം വെളിവാകുന്ന അല്ലെങ്കിൽ തലയിൽ നിന്ന് തട്ടം വെളിവാകുന്ന ആ അവസ്ഥയിലുള്ളതിനാണ് സുഫൂർ എന്ന് പറയുന്നത്. ഈ 2 കാര്യമാണെങ്കിലും അത് ശർഇൽ ഹറാമാണ്. നമ്മൾ കഴിഞ്ഞ വിഷയങ്ങളിൽ തന്നെ ഒരുപാട് ദലീലുകൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത് കാത്തു സംരക്ഷിക്കുക എന്നുള്ളത്, അതായത് അവളുടെ സൗന്ദര്യം മറ്റുള്ള അന്യപുരുഷന്മാരിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടും അള്ളാഹുവിന്റെ റസൂലിനോടുമുള്ള അനുസരണമാണ്, അവളുടെ ഈമാനിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ അവളുടെ ചാരിത്ര ശുദ്ധിയും മാന്യതയും കാത്തു സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് അതിനനുസൃതമായ പ്രതിഫലം നൽകുന്ന ഒരു ഇബാദത്താണ്. അതുപോലെ തന്നെ ഫവാഷികൾ, മ്ലേച്ഛതകളിൽ നിന്നുള്ള സംരക്ഷണമാണ്. അതിന് ഒരുപാട് തരത്തിൽ ഈ വിഷയത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് ഷെയ്ഖ് പറയുന്നത് ഈ തബറുജ്, ഈ സൗന്ദര്യ പ്രകടനം എന്നുള്ളത് ഏതൊക്കെ തരത്തിലാണ് ആവുക, എന്താണ് ഇപ്പൊ ഈ തബറുജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഷെയ്ഖ് പറയുന്നത്.
ഷെയ്ഖ് പറയുന്നത് യകൂനു തബറുജ് ബിഖൽ ഹിജാബ്, ഹിജാബ് ഒഴിവാക്കുന്നതിലൂടെ എന്താകും? തബറുജ് ആവും. അപ്പൊ നമ്മള് ഇത് മുമ്പ് പറഞ്ഞതൊക്കെ ഇതിനോടൊപ്പം ചേർന്ന് വരേണ്ട കാര്യമാണ്. കാരണം എന്താണ് ഹിജാബ് എന്ന് പറഞ്ഞു, ആ ഹിജാബ് ഒഴിവാക്കുന്നത് തബറുജിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ അവളുടെ അന്യ പുരുഷന്മാരുടെ മുൻപിൽ അവളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം പ്രകടിപ്പിക്കുക എന്നുള്ളത്, അവൾക്ക് അന്യപുരുഷന്മാരായിട്ടുള്ള ആളുകളിൽ നിന്ന് ഏതെങ്കിലും ശരീരത്തിന്റെ ഭാഗം പ്രകടിപ്പിക്കുക എന്നുള്ളത് തബറുജിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അതുപോലെ തന്നെ തബറുജിൽപ്പെട്ട കാര്യമാണ് ഒരു സ്ത്രീ അവൾ എക്സ്ട്രാ നേടിയെടുത്തിട്ടുള്ള എന്തെങ്കിലും സൗന്ദര്യം കാണിക്കുക. അതിന് ഉദാഹരണം ഷെയ്ഖ് കൊടുക്കുന്നത് അവളുടെ ജിൽബാബിന് താഴെയുള്ള വസ്ത്രം മറ്റുള്ളവരെ കാണിക്കുക എന്നുള്ളത്. ഇന്ന് കാലത്ത് ഒരുപാട് മുസ്ലിം സ്ത്രീകൾ അവര് ഒരു പർദ്ദ ധരിച്ചിട്ടുണ്ടാവും, ഒരു ജിൽബാബ് എന്ന നിലയ്ക്ക് അല്ലെങ്കിലും ഒരു പർദ്ദ എന്നുള്ള വേഷം ധരിച്ചിട്ടുണ്ടാവും. പക്ഷേ അവരുടെ അതിന്റെ ഉള്ളിൽ അവരിട്ടിരിക്കുന്ന വസ്ത്രം കാണിക്കുന്ന രീതിയിൽ കാലുകൾ പൊന്തിച്ചിട്ട് ആ രീതിയിലെല്ലാം നടക്കുന്ന അവസ്ഥ, അത് തബറുജിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീ പുരുഷന്മാരുടെ മുന്നിലൂടെ നടക്കൽ, പുരുഷന്മാരുടെ മുമ്പിൽ കൂടുതൽ ഇടപഴകൽ, അതുപോലുള്ള കാര്യങ്ങളെല്ലാം. അതുപോലെ അർജുൽ, കാലുകൾ അടിക്കുന്നത് വഴി, കാലിട്ട് ശബ്ദമുണ്ടാക്കുന്ന വഴി ആളുകളെ ആകർഷിക്കുന്ന ആ അവസ്ഥ, അത് തബറുജിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അവളുടെ സംസാരത്തിൽ ഒരു ലോലമായ അവസ്ഥയിൽ സംസാരിക്കുക എന്നുള്ളത് തബറുജിൽപ്പെട്ടതാണ്. അതുപോലെ അന്യ പുരുഷന്മാരുമായി കൂടിക്കലരുന്നത് തബറുജിൽപ്പെട്ടതാണ്. അതുപോലെ വാഹനവുമായി ബന്ധപ്പെട്ട് പുരുഷന്മാരോടൊപ്പം മത്സരിക്കുക. ചില സ്ത്രീകൾ കാണാം വാഹനം ഓടിക്കുന്നുണ്ടാവും, പുരുഷന്മാരോടൊപ്പം മത്സരിച്ച് അല്ലെങ്കിൽ പുരുഷന്മാരുടെ വഴിയിൽ ഞെരുങ്ങിയ വഴികളിൽ അതിനുള്ളിലൂടെ നടക്കുന്ന സ്ത്രീകൾ, അതുപോലുള്ള കാര്യങ്ങളെല്ലാം തബറുജിനകത്ത് ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഷെയ്ഖ് ഇതെല്ലാം പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ദലീലുകളുടെ അടിസ്ഥാനത്തിൽ ഈ തബറുജ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുള്ള കാര്യമാണ് സ്ത്രീകളുടെ മേലെ. അല്ലാഹു തആല പറഞ്ഞു വലാ തബറുജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ, നിങ്ങൾ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന പോലെ തബറുജ് കാണിക്കരുത്. അതുപോലെ തന്നെ വൻപാപമാണത്. നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം. നമ്മൾ നമ്മുടെ പെൺകുട്ടികളെയും നമ്മുടെ സഹോദരിമാരെയും നമ്മുടെ മാതാക്കളെയും നമ്മുടെ കീഴിലുള്ള സ്ത്രീകളെ എല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ മേലെ ഉത്തരവാദിത്തമുള്ളതാണ്. കാരണം അത് വൻപാപത്തിൽപ്പെട്ടതാണ്. എന്താ വൻപാപത്തിൽപ്പെടാനുള്ള കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഒരു കൂട്ടരെ ഞാൻ കണ്ടിട്ടില്ല, അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് രണ്ടു കൂട്ടര് പറഞ്ഞു. അതിലൊരു കൂട്ടര് പറയുന്നത് സ്ത്രീകൾ അവര് വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും, പക്ഷെ നഗ്നരായിട്ടായിരിക്കും. അങ്ങനെ അവർ ചാഞ്ഞും ഞെരിഞ്ഞും നടക്കുന്ന ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ആ തരത്തിൽ നടക്കുന്നവരായിരിക്കും. അവരുടെ തലയുണ്ടാവുക ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ ആയിരിക്കും. അവരുടെ മുടിയെല്ലാം വെച്ചിട്ട് ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ ആയിരിക്കും അവരുടെ തലയുണ്ടാവുക. ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദിന റീഹഹ, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, സ്വർഗത്തിന്റെ ഗന്ധം പോലും അവരനുഭവിക്കുകയില്ല. വഇന്ന റീഹഹ ലയൂജദു മിൻ മസീറതി കദാ വകദാ, സ്വർഗത്തിന്റെ ഗന്ധം തന്നെ ഇത്ര വഴി ദൂരക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും നാം നമ്മുടെ കീഴിലുള്ള സഹോദരിമാരെ, നമ്മുടെ സ്ത്രീകളെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇതുപോലുള്ള വേഷങ്ങൾ മുസ്ലിമുകൾക്കിടയിൽ സാധാരണയായി മാറിയിരിക്കുന്നു. മുസ്ലിം സ്ത്രീകളുടെ ഇടയിൽ ഇതുപോലെയുള്ള വേഷങ്ങൾ, പിന്നെ ഇറുകിയ വേഷങ്ങൾ, അതുപോലെ തന്നെ ശരീരത്തിന്റെ ഘടന കാണിക്കുന്ന വേഷങ്ങൾ, അതുപോലെയുള്ളവർ സാധാരണയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹദീസിന്റെയും ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറയുന്നു തബറുജ് കബീറത്തിൽപ്പെട്ടതാണ്, വൻപാപത്തിൽപ്പെട്ടതാണ്. എന്താണ് വൻപാപം എന്ന് പറഞ്ഞാൽ? വൻപാപത്തിൽ ഉൾപ്പെടുന്ന പാപം എന്താണ്? കുല്ലു ദംബിൻ തുഅദുല്ലാഹു അലൈഹി ബിനാരിൻ, എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം കൊണ്ട് താക്കീത് ചെയ്തിട്ടില്ല. ഔ ഗളബിൻ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ കോപം കൊണ്ട് താക്കീത് ചെയ്തിട്ടില്ല. ഔ ലഅനത്തിൻ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ശാപം കൊണ്ട് താക്കീത് ചെയ്തിട്ടില്ല. ഔ അദാബിൻ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശിക്ഷ പറഞ്ഞിട്ടുള്ള. ഔ ഹിർമാനി മിനൽ ജന്ന, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് തടയപ്പെടുന്നു പറഞ്ഞിട്ടുള്ള. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? വൻപാപത്തിൽപ്പെട്ടതാണ്. ഇതെല്ലാം പറഞ്ഞിട്ടത് വൻപാപത്തിൽപ്പെട്ടതാണ്. ഇവിടെ എന്താ പറഞ്ഞത്? സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നാണ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറഞ്ഞു അത്തബറുജ്, സ്ത്രീകൾ തങ്ങളുടെ സൗന്ദര്യം പ്രകടിപ്പിച്ച് നടക്കുക എന്നുള്ളത് വൻപാപത്തിൽപ്പെട്ടതാണ്. സഹോദരങ്ങളെ, നാം ഈ വിഷയങ്ങളൊക്കെ
ശരിക്ക് ഇന്ന് ആധുനികതയുടെ ഒരു പ്രസരിപ്പ് മൂലം അല്ലെങ്കിൽ അത്രത്തോളം ആധുനികത വളർന്ന് ആളുകളുമായിട്ട് ഇടപഴകി, കുഫാറുകളുമായിട്ട് ഇടപഴകി, നമ്മുടെ പെൺകുട്ടികളും സ്ത്രീകളും എല്ലാം ഇതൊന്നും ഒരു കുഴപ്പമില്ല, ഇതൊന്നും തെറ്റല്ല, ഇതൊന്നും അത്ര വലിയ വിഷയമല്ല, ആ രീതിയിൽ അവരിങ്ങനെ അകന്നുകൊണ്ടിരിക്കുകയാണ് ദീനിന്ന്. പക്ഷെ ഇതിന്റെ എല്ലാം ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണം നമുക്ക് ഉറപ്പാണല്ലോ. അപ്പൊ ഉറപ്പായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. അന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുന്ന ഒരു പാപമായിട്ട്, അല്ലെങ്കിൽ നരകത്തിൽ കിടക്കേണ്ടി വരുന്ന അഥവാ സ്വർഗപ്രവേശനം തടയപ്പെടുന്ന ഒരു പാപമായിട്ട്, വൻപാപമായിട്ട് ഉലമാക്കൾ എണ്ണിയിട്ടുള്ള കാര്യമാണ് അത്തബറുജ്. ഇനി അൽ അസ്ലു സാബി, ഏഴാമത്തെ അസ്ലു എന്ന് പറയുന്നത് ലമ്മാ ഹറമല്ലാഹു സിന ഹറമൽ അസ്ബാബൽ മുഫ്ളിയത ഇലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യഭിചാരം ഹറാമാക്കിയപ്പോൾ തന്നെ ആ വ്യഭിചാരത്തിലേക്ക് എത്തുന്ന കാരണങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സിന ഹറാമാക്കിയപ്പോൾ തന്നെ അതിലേക്ക് എത്തുന്ന കാരണങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുണ്ട്. ദീനിന്റെ ഒരു ഖായിദയിൽപ്പെട്ട കാര്യമാണ് അന്ന അല്ലാഹു സുബ്ഹാനഹു ഇദാ ഹറമ ശൈഅൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു കാര്യത്തെ ഹറാമാക്കിയാൽ ഹറമൽ അസ്ബാബ് വത്തുർഖ വൽ വസായില വൽ മുഫ്ളിയത ഇലൈഹി, ആ ഹറാമാക്കിയ കാര്യത്തിലേക്ക് എത്തിക്കുന്ന സബബുകളെ, വഴികളെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കും? ഹറാമാക്കും. തഹ്ഖീഖൻ ലി തഹ്രീമിഹി, ആ ഹറാമാക്കിയ കാര്യം എന്താണോ അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആളുകൾ അതിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിലേക്ക് അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഹറാമാക്കിയാൽ അതിലേക്ക് അടുക്കുന്ന കാര്യങ്ങൾ ഹറാമാക്കും. അതുപോലെ തന്നെ മനുഷ്യന്റെ ഫിത്റത്ത് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണെങ്കിൽ അതിന് പകരം ഒരു കാര്യം പറയുകയും ചെയ്യും. ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശ ഹറാമാക്കി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞു? നിങ്ങൾ കച്ചവടം ചെയ്തോളാൻ പറഞ്ഞു. വ്യഭിചാരം ഹറാമാക്കി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞു? നിങ്ങൾ വിവാഹം കഴിക്കാൻ പറഞ്ഞു. അപ്പോ ഈ മനുഷ്യന്റെ ഫിത്റത്ത് തേടുന്ന ഒരു കാര്യമാണെങ്കിൽ അതിന്റെ ഏറ്റവും നല്ല മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒപ്പം പറയും. അതേപോലെ തന്നെ ആ ഹറാമിലേക്ക് എത്തുന്നതിൽ നിന്നെല്ലാം വഴികളും തടയുന്ന അവസ്ഥയും ഉണ്ടാവും. അപ്പൊ ഇവിടെ പറഞ്ഞത് വ്യഭിചാരത്തിലേക്ക് എത്തുന്നതിനുള്ള കാരണങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുണ്ട്. കാരണം ആ ഒരു തിന്മയിലേക്ക് അടുത്തു പോകരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, അവർ പെട്ടെന്ന് വീണുപോകുന്ന ഒരു പാവമാണത്. നമ്മൾ വിചാരിക്കും അതെന്തോ വലിയ ദൂരെയുള്ള കാര്യമാണ്, പെട്ടെന്ന് അടുത്തു പോകില്ല എന്നുള്ളത്. പക്ഷേ മനുഷ്യനെ തെറ്റിക്കാൻ, പ്രത്യേകിച്ച് പുരുഷന്മാരെ തെറ്റിക്കാൻ പിശാചിനുള്ള ഏറ്റവും നല്ലൊരു ആയുധമാണ്. ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ തൽബീസ് ഇബ്ലീസിലെല്ലാം ഒരുപാട് അസറുകൾ കൊടുത്ത് അതിൽ പറയുന്നത് കാണാൻ സാധിക്കും, പുരുഷന്റെ മേലെയുള്ള ഏറ്റവും വലിയൊരു ആയുധം നമുക്ക് സ്ത്രീയാണ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഖ്റബുസ് സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത്. വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം അകന്നു നിൽക്കണം. എന്നിട്ട് പറഞ്ഞു, ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, അതൊരു മ്ലേച്ഛതയാണ്, മോശമായൊരു മാർഗമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യഭിചാരം ഹറാമാക്കിയപ്പോ തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ട്. ഇപ്പോ അതിലേക്ക് ആകൃഷ്ടമാവുന്ന സ്ത്രീകളുടെ തബറുജ്, സുഫൂർ, ഇഖ്തിലാത്ത്, അന്യ സ്ത്രീ പുരുഷന്മാർ കൂടിക്കലരുന്നത്, അതുപോലെ തന്നെ സ്ത്രീകൾ പുരുഷന്മാരുടെ വേഷം ധരിക്കുന്നത്, പുരുഷന്മാർ സ്ത്രീകളുടെ വേഷം ധരിക്കുന്നത്, കാഫിറാത്തുകളുടെ പോലെ വേഷം ധരിക്കുന്നത്, ഇതുപോലെയുള്ള അവരുമായി കൂട്ടുകൂടുന്നത്, ഇതുപോലെയുള്ള ഫിത്ന ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഖുർആനിന്റെ ഒരു അത്ഭുതം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൂറത്തുൻ നൂർ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂർ, പ്രകാശം എന്ന് പറഞ്ഞ ആ സൂറത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ ഒരു 33ഓളം ആയത്തുകൾ, സൂറത്തുൻ നൂറിലെ 33ാമത്തെ ആയത്തുകളിൽ വ്യഭിചാരത്തിലേക്ക് എത്തുന്ന വാക്കും പ്രവർത്തനങ്ങളും കാരണങ്ങളുമായിട്ട് 14 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിക്കുന്നുണ്ട്. വ്യഭിചാരത്തിലേക്ക് ഒരുത്തിന് എത്തിപ്പോകാൻ അത് തടയാൻ വേണ്ടിയിട്ട് അതിന്റെ വാക്കും പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് 14ഓളം കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ തടയുന്നുണ്ട് വ്യഭിചാരത്തിലേക്ക് എത്താതിരിക്കാൻ. പക്ഷെ ഓരോന്നും ഇതിൽ എണ്ണി പറയുന്നുണ്ട്. ഒന്നാമത്തേത് സൂറത്തുൻ നൂറിന്റെ ആ തുടക്കം മുതൽ നമ്മൾ നോക്കിയാൽ കാണാം, തത്ഹീറുസ് സനാത്ത് വസ്സവാനി ബിൽ ഉഖൂബത്തിൽ ഹദ്ദിയ, വ്യഭിചരിച്ച ഒരാൾക്കുള്ള ശിക്ഷ സൂറത്തുൻ നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വ്യഭിചരിച്ച
അവിവാഹിതനാണെങ്കിൽ ചാട്ടവാറടിയും നാട്ടുകാട് കടത്തലും, അതുപോലെ വിവാഹിതനാണെങ്കിൽ അവനെ എറിഞ്ഞു കൊല്ലുക എന്ന്. അത് ഖുർആനിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോ ആ ശിക്ഷ നടപ്പിലാക്കുന്നത് പറയുന്നുണ്ട്. രണ്ടാമത്തേത് തത്ഹീറു ബിജ്തിനാബി നിക്കാഹി സാനി വ ഇൻകാഹി സാനി ഇല്ലാ ബഅദ തൗബതി വ മഅരിഫത്തി സിദ്ഖ് ഫീഹാ. ഒരു വ്യഭിചാരിയെയോ വ്യഭിചാരിണിയെയോ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഈ കഴിക്കണമെങ്കിൽ എന്ത് വേണം? ആ വ്യക്തിയുടെ സിദ്ഖ്, സത്യസന്ധമായിട്ടുള്ള തൗബ അറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാൻ പാടുള്ളൂ? വിവാഹം കഴിക്കാൻ പാടുള്ളൂ. അപ്പൊ അത് ഈ രണ്ട് കാര്യങ്ങൾ എന്താണ്? പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞതാണ്. അതിനുശേഷം സൂറത്തുൻ നൂറിൽ തത്ഹീറുൽ അൽസിനതി അൻ റമ്മിൻ നാസ് ബിഫാഹിഷത്തി സിന, വ്യഭിചാരം ആരോപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരവുമായി ബന്ധപ്പെട്ട് തടഞ്ഞു. വ്യഭിചാരം ഒരാള് ഒരു സ്ത്രീയെ പറ്റി വ്യഭിചാരം ആരോപിക്കുകയാണെങ്കിൽ അതിന് തെളിവില്ലെങ്കിൽ എന്താണ്? 80 ചാട്ടവാറടി കൊടുക്കണം അവന് 80 ചാട്ടവാറടി കൊടുക്കണം. അപ്പൊ അത് സൂറത്തുൻ നൂറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുപോലെ തന്നെ തത്ഹീറു ലിസാനി സൗജ് അൻ റമ്മി സൗജതിഹി ബിസ്സിനാ വലാ ബയ്യിനതി വഇല്ലാ ഫിൽ ആൻ. ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ കുറിച്ച് വ്യഭിചാരാരോപണം നടത്തുകയാണ്, അത് തെളിവില്ലെങ്കിൽ എന്താണ്? ഭർത്താവിന് ശിക്ഷ കിട്ടുന്ന അവസ്ഥയാണ്. പിന്നെ എന്ത് വേണം? ലിആൻ വേണം. അള്ളാഹുവിനെ തൊട്ട് സത്യം ചെയ്യുന്ന അവസ്ഥ വേണം, സത്യം ചെയ്ത് പറയുന്ന ആ അവസ്ഥ ഉണ്ടാവണം. അത് സൂറത്തുൻ നൂറിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തത്ഹീറുൻ നുഫൂസ് വ ഹിജ്ബുൽ ഖുലൂബി അൻ വന്നി സൂഇ ബിമുസ്ലിം ബിഫിഅലി ഫാഹിഷ. ഒരു മുസ്ലിമിനെ കുറിച്ച് അവൻ ഇന്ന ഒരു മ്ലേച്ഛത ചെയ്തിട്ടുണ്ട് എന്നുള്ള നിലക്ക് കേട്ടാൽ അത് ഒഴിവാക്കി കൽബിനെ ശുദ്ധിയാക്കുക എന്നുള്ളത്. സൂറത്തുൻ നൂറിൽ ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വന്ന സമയത്ത് അത് എന്തുകൊണ്ട് നിങ്ങൾ കാരണം കണ്ടുപിടിച്ചില്ല, എന്താ ഒഴിവാക്കിയില്ല എന്നുള്ള നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുപോലെ ആറാമത്തെ ആയിട്ട് സൂറത്തുൻ നൂറിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ താക്കീത്. മുസ്ലിമീങ്ങൾക്കിടയിൽ ഇതുപോലെയുള്ള ഫാഹിഷത്തുകൾ പ്രചരിക്കാൻ ഇഷ്ടപ്പെടുന്ന, ഇതുപോലെയുള്ള വാർത്തകൾ പ്രചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ശക്തമായ താക്കീതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷത ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ. ആരാണോ ഇഷ്ടപ്പെടുന്നത്, മുഅ്മിനീങ്ങൾക്കിടയിൽ ഇതുപോലെയുള്ള ഫാഹിഷത്തുകൾ പ്രചരിക്കാൻ ഇഷ്ടപ്പെടുന്നത്, അവർക്ക് അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷയാണുള്ളത്, ദുനിയാവിലാവട്ടെ പരലോകത്തിലാവട്ടെ. ഷെയ്ഖ് പറയാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കാലത്ത് ഏതെങ്കിലും നാടുകളിൽ, ഇസ്ലാമിക നാടുകളിൽ ആളുകൾ പറയുകയാണ് സ്ത്രീകൾ അവരുടെ ഹിജാബ് ഒഴിവാക്കുന്നത് കുഴപ്പമില്ല, സ്ത്രീകളുടെ സൗന്ദര്യം പ്രകടിപ്പിക്കുന്നത് കുഴപ്പമില്ല, ഇഖ്തിലാത്തുകൾ കുഴപ്പമില്ല, അങ്ങനെ പറയുന്ന ആളുകൾ ഈ ആയത്തിന്റെ പരിധിയിൽ പെടും. കാരണം മുഅ്മിനീങ്ങൾക്കിടയിൽ എന്തുണ്ടാകും? ഫാഹിഷത്തുകൾ പ്രചരിക്കും. അതുകൊണ്ട് അപ്പൊ അതിനാൽ തന്നെ ഈ ആയത്തിന്റെ പരിധിയിൽ അവരും ഉൾപ്പെടുമെന്ന് ഷെയ്ഖ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏഴാമത്തേത് നേരത്തെ പറഞ്ഞത് സൂറത്തുൽ നൂറിലെ 19ാമത്തെ ആയത്ത്. ഏഴാമത്തേതിൽ വിഖായത്തുൽ ആമ ബിതത്ഹീരി നഫ്സ് മിനൽ വസ്വാസ് വൽ ഖുത്റാത്ത്, പിശാചിന്റെ വസ്വാസുകളിൽ നിന്ന്, പിശാചിട്ട് വരുന്ന ചിന്തകളിൽ നിന്ന് എല്ലാവരും പൊതുവായിട്ട് എല്ലാവരും നഫ്സിനെ ശുദ്ധീകരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. സൂറത്തുൽ നൂറിൽ അല്ലാഹു തആല പറയുന്നുണ്ട് 21ാമത്തെ ആയത്തിൽ, യാ അയ്യുഹല്ലദീന ആമനൂ لا تتبعوا خطوات الشيطان ومن يتبع خطوات الشيطان فإنه يأمر بالفحشاء والمنكر. നിങ്ങൾ പിശാചിന്റെ ഖുതുവാത്തുകളെ, കാലടിപ്പാടുകളെ പിൻപറ്റരുത്. ആരെങ്കിലും പിശാചിന്റെ കാലടിപ്പാടുകളെ പിൻപറ്റിയാൽ ആ പിശാച് കൽപ്പിക്കുന്നത് ഫഹ്ശത്തുകളായിരിക്കും, മ്ലേച്ഛതകളായിരിക്കും, അതുപോലെ തെമ്മാടിത്തരങ്ങളായിരിക്കും. അവങ്ങൾ പിൻപറ്റരുത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുപോലെ അടുത്തതായിട്ട് സൂറത്തുൽ നൂറിൽ അതിനുശേഷം മശ്റൂഇയത്തുൽ ഇസ്തിഇദാൻ ഇൻദ ഇറാദത്തി ദുഖൂലിൽ ബുയൂത്ത്, ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുവാദം ചോദിക്കണം എന്നുള്ള നിയമം പറഞ്ഞു. സൂറത്തുൽ നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങിയത് എന്തിനു വേണ്ടിയിട്ടാണ്? വീട്ടിലുള്ള ആളുകളുടെ ഔറത്തുകൾ കാണുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്, അല്ലെങ്കിൽ ഏതെങ്കിലും റൂമിലാവട്ടെ ഉടനെ ഇങ്ങോട്ട് കയറി ചെല്ലുന്ന അവസ്ഥയൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിയമമാക്കി. 9ാമത്തെയും 10ാമത്തെ ആയിട്ട് ഷെയ്ഖ് പറയും തത്ഹീറുൽ ഐനി മിൻ നൗറിൽ മുഹറം ഇൽ മർഅത്തിൽ അജ്നബിയ്യ ഔ മിൻഹാ ഇൽ റജുലിൽ അജ്നബി അൻഹാ. ഒരു അന്യ സ്ത്രീയെ പുരുഷൻ നോക്കുന്നതും ഒരു അന്യ പുരുഷനെ സ്ത്രീ നോക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചു. മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ദൃഷ്ടി താഴ്ത്തണമെന്ന് പ്രത്യേകം പറഞ്ഞു. അത് സൂറത്തുൽ നൂറിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 11ാമത്തെ ഒരു കാര്യം തഹ്രീമു ഇബ്ദാഇൽ മർഅത്തി സീനതഹാ ലിൽ അജാനിബി അൻഹാ. അവൾക്ക് അന്യരായിട്ടുള്ള ആളുകളിൽ നിന്ന് ഒരു സ്ത്രീ സൗന്ദര്യം മറക്കണമെന്ന് സൂറത്തുൽ നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അതുപോലെ തന്നെ 12ാമത്തെ ഒരു കാര്യം സ്ത്രീകൾ അവരുടെ കാലിട്ടടിച്ച് ആളുകളെ ആകർഷിപ്പിക്കുന്ന ശബ്ദമുണ്ടാക്കുന്നത് വിരോധിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നൂറിൽ പറഞ്ഞു. അതുപോലെ തന്നെ വിവാഹം ആഗ്രഹിക്കാത്ത പ്രായം വന്ന സ്ത്രീകളാണെങ്കിൽ പോലും
അവർ ഇഫ്ഫത്ത് കാത്തു സൂക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിൽ പറഞ്ഞു. സൂറത്തുൻ നൂറിലെ ആദ്യത്തെ ആയത്തുകളൊക്കെ എടുത്താൽ ഇതുപോലെ വ്യത്യസ്ത തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ വ്യഭിചാരത്തിലേക്ക് എത്തുന്നതിൽ നിന്നെല്ലാം തടയുന്നുണ്ട്. എന്നിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ നമ്മുടെ ദൃഷ്ടിയെ താഴ്ത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബിന് നൂറിട്ട് വരും, നമ്മുടെ ഖൽബിന് നൂറിട്ട് വരും. ഈ സൂറത്തു നൂർ എന്നുള്ള ഈ ആയത്തു നൂറുള്ളത് കൊണ്ട് അതിൽ ചർച്ച ചെയ്യുന്നതെല്ലാം ഈ ഹറാമായ വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് തടയലാണ്. അത് മനുഷ്യന്റെ ഖൽബിൽ ഇരുട്ട് നിറക്കും, അവന്റെ മുഖത്ത് ഇരുട്ട് നിറക്കും. ഇതുമായി ബന്ധപ്പെടുന്ന ആളുകളുടെ ഖൽബ് വളരെ ഇരുട്ട് നിറഞ്ഞതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശം ലഭിക്കണോ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതിൽ നിന്ന് നിങ്ങൾ ദൃഷ്ടി താഴ്ത്തുക. ഈ ആയത്തുകളിൽ നിന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പോലെയുള്ളവർ ദലീൽ എടുത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പുരുഷന്മാരും തമ്മിലുള്ള അദബുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആണുങ്ങൾ പരസ്പരമാണെങ്കിലും അവരിടയിൽ ഉണ്ടായിരിക്കേണ്ട മര്യാദകളുണ്ട്. വസ്ത്രത്തിന്റെ വിഷയത്തിലും ബാക്കിയുള്ള വിഷയത്തിലെല്ലാം, നോട്ടത്തിന്റെ വിഷയത്തിലെല്ലാം ഷെയ്ഖ് പറയുകയാണ് ഹഖ്ഖു റിജാലി മഅ റിജാൽ, പുരുഷന്മാർ തമ്മിലുള്ള ഹക്കിൽപ്പെട്ടതാണ് വുജൂബു സിത്രി ഔറത്തി റജുൽ. ഒരു പുരുഷന്റെ മുമ്പിൽ മറ്റൊരു പുരുഷൻ എന്ത് വേണം? ഔറത്ത് മറച്ചിരിക്കണം. ഞങ്ങളൊക്കെ ആണുങ്ങളാണ്, ഞങ്ങളൊന്നും കുഴപ്പമില്ല, അങ്ങനെ ഔറത്ത് മറ്റുള്ളവർ കാണുന്ന അവസ്ഥ ഉണ്ടാവും. പുരുഷന്റെ ഔറത്ത് എന്താണ്? പുക്കൾ മുതൽ കാൽമുട്ടുകൾക്കിടയിൽ മറച്ചിരിക്കണം. നമ്മൾ ഏത് സമയത്താണെങ്കിലും അന്യ പുരുഷന്മാരിൽ നിന്ന് ഒരു പുരുഷൻ ഔറത്ത് മറച്ചിരിക്കണം. ഫലാ യജൂസു ലിർറജ്ലി കശ്ഫി ഔറതിഹി മിൻ അസ്സുറ ഇല റുക്ബ. ഈ പുക്കൾ മുതൽ കാൽമുട്ട് വരെയുള്ള ഭാഗങ്ങൾ ഒരു പുരുഷന് അനുവദനീയമല്ല അത് വെളിവാക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ പുരുഷന്മാരുമായി ബന്ധപ്പെട്ടത് പുരുഷന്മാര് മറ്റ് അന്യ സ്ത്രീകളിലേക്ക് നോക്കാൻ പാടില്ല എന്നുള്ളത്. അതുപോലെ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മുർദാൻ, അതായത് താടി മുളക്കാത്ത ആൺകുട്ടികളുമായിട്ട് അതുമായിട്ട് ആളുകളുമായിട്ട് ഇടപഴകുന്നത്, അവരുടെ ഇടയിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവരൊരുമിച്ച് ആവശ്യമില്ലാത്ത സ്പർശനങ്ങൾ ഉണ്ടാകുന്നത് ആൺകുട്ടികൾ തമ്മിലാണെങ്കിലും അത് ഹറാമാണ്. ചില ഉലമാക്കൾ ആ നോട്ടത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്, ചില ഉലമാക്കൾ ശഹ്വത്തോട് കൂടിയാണെങ്കിൽ ഹറാമാണെന്ന് പറഞ്ഞു, ചില ഉലമാക്കൾ അല്ലെങ്കിൽ തന്നെയും അത് ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അതുപോലെയുള്ളത് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്, വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നാം ഒരുമിച്ച് നമ്മുടെ സഹോദരന്മാരാണെങ്കിലും നമ്മുടെ കുടുംബക്കാരാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും പുരുഷന്മാര് തമ്മിലും ഇതുപോലെയുള്ള ഒരു ഹിജാബ്, ഒരു മറ ആര് കൽപ്പിച്ചിട്ടുണ്ട് ദീനിൽ? അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. ഒരു ആസ്വദിക്കുന്ന രീതിയിൽ ഒരു ആൺകുട്ടിയെ ആണെങ്കിൽ നോക്കാൻ പാടില്ല, അത് വിരോധിച്ചിട്ട കാര്യമാണ്. സ്പർശിക്കാൻ പാടില്ല, വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. അത് നാം ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാന്യത, നമ്മുടെ ദീന് എല്ലാം സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നിയമമാണ്. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് ഇതുപോലെ തന്നെ സ്ത്രീകൾ മറ്റുള്ള സ്ത്രീകളിൽ നിന്ന് അവരുടെ ഔറത്ത് മറച്ചിരിക്കണം. ഞങ്ങൾ സ്ത്രീകളാണ്, ഞങ്ങൾ കൂട്ടുകാരികളാണ്, ഞങ്ങൾ സഹോദരികളാണ്, അതുകൊണ്ട് ഞങ്ങൾ ഔറത്ത് കാണുന്നത് കുഴപ്പമില്ല, ഒരു സ്ഥലത്ത് ഡ്രസ്സ് മാറ്റിക്കൊണ്ട് കുഴപ്പമില്ല, അവർക്ക് സ്ത്രീകളല്ലേ, വിഷയമില്ല. ലജ്ജയില്ലാത്ത, പാടില്ല, ഹറാമാണത്. ഒരു സ്ത്രീ അവളുടെ ഔറത്ത് മുഴുവൻ മറ്റുള്ള സ്ത്രീകളുടെ മുമ്പിൽ മറച്ചിരിക്കണം. മറ്റുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഔറത്തിൽ മുഖവും കൈകളെല്ലാം ഒഴിവാകുന്നതുണ്ട്, പക്ഷേ ബാക്കിയുള്ള ഔറത്തായിട്ടുള്ള കാര്യങ്ങളെല്ലാം മറച്ചിരിക്കണം. അതുപോലെ തന്നെ സ്ത്രീകളുടെ മേൽ ഹറാമാക്കിയിട്ടുള്ള കാര്യമാണ് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ സംബന്ധിച്ച് തന്റെ ഭർത്താവിന്റെ അടുക്കൽ വിശേഷിപ്പിക്കുക എന്നുള്ളത്. ഒരു സ്ത്രീ വേറൊരു സ്ത്രീയെ പറ്റിയിട്ട് ഭർത്താവിന്റെ അടുക്കൽ ചെന്നിട്ട് ആ സ്ത്രീയെ വിശേഷിപ്പിക്കുന്ന അവളുടെ ശരീരഘടനയും അവളുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥയിൽ പറയുക എന്നുള്ളത് വിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ നാം പറഞ്ഞ ഈ അസ്ലിന്റെ പ്രധാനപ്പെട്ട ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല സിന ഹറാമാക്കിയപ്പോൾ തന്നെ അതിലേക്ക് എത്തിച്ചേരുന്ന വഴികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുണ്ട്. സഹോദരങ്ങൾ, നമ്മൾ ദീനിന്റെ നിയമങ്ങൾ അങ്ങോട്ട് അനുസരിച്ചാണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്ന ചെറിയ ചെറിയ നിയമങ്ങൾ പോലും അനുസരിച്ചാൽ വലിയൊരു സംരക്ഷണം നമുക്ക് ലഭിക്കാം. വലിയൊരു സംരക്ഷണം എന്ന് പറഞ്ഞാൽ പിശാച് മനുഷ്യനെ തെറ്റിക്കാൻ ചെറിയ ചെറിയ തെറ്റുകളിലൂടെ തെറ്റിച്ചിട്ടാണ് അവസാനത്തെ പിശാച് എത്തിക്കുക. ആദ്യം ചെയ്യുമ്പോൾ ഇതൊരു തെറ്റല്ലല്ലോ, കുഴപ്പമില്ല, ഇത് അത്ര വലിയ തെറ്റല്ലല്ലോ, കുഴപ്പമില്ല, ഒരു തെറ്റ് പറ്റി ഇസ്തിഗ്ഫാർ ചെയ്താൽ മതി, പിന്നെ ഒരു തെറ്റ് ചെയ്ത് തൗബ ചെയ്താൽ മതി, പിന്നെ ആ പാപത്തിലേക്ക് അങ്ങോട്ട് അടിമപ്പെടും. പിന്നെ അവസാനം അവൻ അറിയില്ല, അവൻ വലിയൊരു പാപം ചെയ്താൽ പോലും അവന്റെ മനസ്സിൽ അതൊരു പാപമായി തോന്നുന്ന അവസ്ഥയെ ഉണ്ടാവൂല, അങ്ങനെ ആക്കിയെടുക്കും.
അപ്പൊ ഏറ്റവും ചെറിയ വിഷയത്തിൽ പോലും അള്ളാഹുവിന്റെ നിയമം അനുസരിക്കുക എന്നുള്ളതാണ് നമുക്കുള്ള സംരക്ഷണം, നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളത്. അപ്പൊ ഈ കാര്യവും പറഞ്ഞു. ഇനി അൽ അസ്ലുത്താമിൻ, എട്ടാമത്തെ അസ്ലു എന്നുള്ളത് അസ്സവാജു താജുൽ ഫളീല, വിവാഹം എന്നുള്ളത് മാന്യതയുടെ കിരീടമാണ്. വിവാഹം കഴിക്കുക എന്നുള്ളത് മാന്യതയുടെ കിരീടമാണ്. പ്രവാചകന്മാരുടെ സുന്നത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് വിവാഹം കഴിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജൻ വദുരിയതൻ. നിനക്ക് മുമ്പേയുള്ള നിനക്ക് മുമ്പ് ഒരുപാട് റസൂലുകളെ നാം അയച്ചിട്ടുണ്ട്. അവരൊക്കെ എങ്ങനെയായിരുന്നു? അവർക്ക് ഇണകളുണ്ടായിരുന്നു, അതുപോലെ തന്നെ അവർക്ക് സന്താനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് മാതൃകയായിട്ട് ദീൻ എത്തിച്ചേരാൻ ജീവിച്ച് കാണിച്ചു തരാൻ അയച്ചതാരാണ്? പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാരുടെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ് വിവാഹം കഴിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ സൂറത്ത് നൂറിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅൻകിഹു അൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും ഇയകൂനു ഫഖറാ യുഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വല്ലാഹു വാസിഉൻ അലീം. വഅൻകിഹു അൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും. ഓരോ വ്യക്തികളുടെയും അവരുടെ ഉത്തരവാദിത്തമുള്ള ആളുകളോട് പറയാണ്, നിങ്ങൾക്ക് കീഴിലുള്ള പുരുഷന്മാരാവട്ടെ, നിങ്ങൾക്ക് കീഴിലുള്ള സ്ത്രീകളാവട്ടെ, നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. ഇനി അവര് ദരിദ്രരാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫളലിൽ നിന്ന് അവർക്ക് വിശാലത നൽകും. എന്നിട്ട് പറഞ്ഞു, വൽയസ്തഅഫിഫില്ലദീന ലാ യജിദൂന നികാഹൻ ഹത്താ യുഗ്നിയഹുമുല്ലാഹു മിൻ ഫളലി. ഞാൻ ആർക്കെങ്കിലും അതിന് കഴിവില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫളൽ നൽകുന്നവരെ അവനവന്റെ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കട്ടെ. ഇവിടെ സഹോദരങ്ങളെ, വിവാഹം എന്നുള്ളതും ഒരുത്തന്റെ മാന്യത സംരക്ഷിക്കാൻ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്, ഒരു സ്ത്രീയെ സംബന്ധിച്ചാണെങ്കിലും. കാരണം ഒരു പുരുഷനാവട്ടെ ഒരു സ്ത്രീ ആവട്ടെ, അവരുടെ ഒരു ഘട്ടത്തിൽ, അവരുടെ ഒരു പ്രായത്തിൽ അവർക്ക് ആവശ്യമുള്ള കാര്യമാണ് വിവാഹം എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയോടൊപ്പം വേണം, ഒരു സ്ത്രീ ഒരു പുരുഷനോടൊപ്പം വേണം. അത് ആ മനുഷ്യന്റെ ഫിത്രത്താണ്. അതില്ലെങ്കിൽ അവന് വേറെന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേറെന്തോ പ്രശ്നമുണ്ട്. ഇതൊരു ആൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അതിന് ഏറ്റവും നല്ല മാർഗം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെ മാതൃക കാണിച്ചിട്ടുള്ള ഹലാലായ മാർഗമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ യുവാക്കളും യുവതികളും അനുഭവിക്കുന്ന വലിയൊരു പരീക്ഷണമാണത്, വലിയൊരു പരീക്ഷണം. കാരണം അവർക്ക് എല്ലാവിധ രീതിയിലും ഉള്ള ഇതുപോലെയുള്ള വൈവാഹികമായ ചിന്തകളിലേക്ക് നയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവർക്ക് കാണേണ്ടി വരുന്നു, കേൾക്കേണ്ടി വരുന്നു. എന്നാൽ ഇതിന്റെ ഹലാലായ വശം അവർക്ക് തടയപ്പെടുന്നു. അപ്പൊ നമ്മുടെ നാടുകളിൽ സുബ്ഹാനല്ലാഹ് എന്താണ് ചർച്ച? ഒരു സ്ത്രീയുടെ വിവാഹപ്രായം എത്രയാക്കണം? 18 ഉണ്ടായിരുന്നത് 21 ആക്കണം. അതിന് പല കാരണങ്ങൾ പറയുന്നു. വലിയ അപകടമാണ്, വിഡ്ഢിത്തം എന്ന് പറയേണ്ടി വരും. എല്ലാവരും ഇന്ന് സംസാരിക്കുന്നത് ഓരോ മനുഷ്യന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഇപ്പൊ 16 18 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് വിവാഹം കഴിക്കണമെന്ന് തോന്നുകയാണ്. അപ്പൊ ആ കുട്ടിക്ക് ആ സ്ത്രീക്ക് അവളുടെ സ്വാതന്ത്ര്യം തടയപ്പെടുന്ന അവസ്ഥ. അല്ലെങ്കിൽ ഒരു പുരുഷൻ 21 വയസ്സ്, അല്ലെങ്കിൽ ഇനി എത്ര മാറ്റാൻ പോകുന്നത്, അവര് വിവാഹം കഴിക്കേണ്ട ഒരു സമയമുണ്ട്. ആ സമയത്ത് അവന്റെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുകയാണ്. വലിയ അബദ്ധമാണ്. അതേ സമയത്ത് ഒരാൾക്ക് വേറെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ വേറെ എന്ത് ബന്ധമാവാം, അത് വ്യഭിചാരാണെങ്കിൽ തെറ്റല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റല്ല, അതൊക്കെ അനുവദനീയം. എത്രത്തോളം വെച്ചാൽ ഒരു പുരുഷനും കൂടി വിവാഹം കഴിച്ച് ജീവിച്ചാൽ അത് തെറ്റല്ല, ഒരു സ്ത്രീയും കൂടി ജീവിച്ചാൽ സ്വർഗ്ഗരതേ തെറ്റല്ല. പക്ഷേ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ അവരുടെ പൂർണ്ണ സമ്മതപ്രകാരം ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിന് ഇന്ന പ്രായത്തിലേ പറ്റുകയുള്ളൂ. ബാക്കിയുള്ള എല്ലാ തമ്മാടിത്തരം അനുവദിക്കുന്നത് എന്ത് വലിയ ബുദ്ധിത്താണത്. ബുദ്ധിയില്ലാത്ത പ്രവർത്തനം എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു കാലത്ത് അമേരിക്കയെ സംബന്ധിച്ച് അവർ പറഞ്ഞിരുന്ന ഒരു പേര് തന്നെ ഫാദർലെസ് അമേരിക്ക ആണ്, തന്തയില്ലാത്ത അമേരിക്ക. കാരണം കുട്ടികളെല്ലാവരും വ്യഭിചാരത്തിലും തെമ്മാടിത്തരത്തിലും മുഴുകി 13, 14, 15 വയസ്സുള്ള പെൺകുട്ടികൾ അവരുടെ ഒപ്പം പഠിക്കുന്നവരോടൊപ്പം അല്ലെങ്കിൽ അല്ലാതെ വ്യഭിചരിച്ച് കുട്ടികളുണ്ടായി. ആ കുട്ടികൾക്ക് തന്തയില്ലാത്ത, ആരാണ് വാപ്പാന്നറിയാത്ത അവസ്ഥയിൽ ഒരുപാട് കുട്ടികൾ. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിന്റെ മഹത്വം എന്ത് വലുതാണ്. ഇസ്ലാമിൽ കൃത്യമായിട്ടൊരു പ്രായം നിശ്ചയിക്കപ്പെട്ടിട്ടേ ഇല്ല. ഒരു സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, അവളുടെ ശാരീരികമായ മാറ്റം, അവളുടെ പക്വത അല്ലെങ്കിൽ അവരുടെ പക്വത, അവർക്ക് ആവശ്യമായിട്ടുള്ള വിവാഹത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ ആ ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ അവർക്ക് സമ്മതപ്രകാരം വിവാഹം കഴിക്കുക. ഇസ്ലാമിലൊരു സ്ത്രീയെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കാൻ പറ്റൂല. ഒരു വാപ്പുണ്ട്, മോളെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കാൻ പറ്റൂല. അവളുടെ അനുവാദം വേണം. ഒരു കന്യയാണെങ്കിൽ മൗനസമ്മതമെങ്കിലും വേണം.
ഇത്ര മനോഹരമായിട്ട് മനുഷ്യന്റെ ഫിത്രത്തിന് യോജിച്ച രീതിയിൽ ഇത്ര നല്ല രീതിയിൽ ആവശ്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന വേറെ ആരാണുള്ളത്? വേറെ ഏത് മതമാണുള്ളത്? മനുഷ്യന്മാർ കണക്കൂട്ടി ഉണ്ടാക്കുന്ന ഈ നിയമവ്യവസ്ഥ ഒരിക്കലും തന്നെ മനുഷ്യന്റെ ഫിത്രത്തിന് യോജിക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകും അൽബാഅ ഫൽയതസവ്വജ് ഫഇന്നഹു അഗദ്ദു ലിൽബസർ വഅഹ്സൻ ലിൽഫറജ് വമൻ ലം യസ്തതിഅ ഫഅലൈഹി ബിസ്സൗം ഫഇന്നഹു ലഹു വിജാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പക്കാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ മഅ്ശറ ശബാബ്, യുവാക്കളെ, മൻ ഇസ്തതാഅ മിൻകും അൽബാഅ, നിങ്ങളിൽ ആർക്കാണോ വിവാഹത്തിന് ശേഷിയുള്ളത്, ഫൽയതസവ്വജ്, അവർ വിവാഹിതരാവട്ടെ, ഫഇന്നഹു അഗദ്ദു ലിൽബസർ വഅഹ്സൻ ലിൽഫറജ്, അതാണ് നിങ്ങൾ ദൃഷ്ടി താഴ്ത്താൻ ഉപകാരമായിട്ടുള്ളത്, ഗുഹ്യസ്ഥാനം സംരക്ഷിക്കാൻ ഉപകാരമായിട്ടുള്ളത്. വമൻ ലം യസ്തതിഅ ഫഅലൈഹി ബിസ്സൗം, ഇനി അതിന് സാധിക്കാത്ത ആൾ അവർ നോമ്പ് നോൽക്കട്ടെ, ഫഇന്നഹു ലഹു വിജാ, അത് അവർക്കൊരു സംരക്ഷണമായിരിക്കും. ഇന്ന് കാലത്തെ യുവാക്കൾ പ്രത്യേകിച്ച് ഇന്ന് കാലത്ത് അമിതമായി ഇതിലേക്ക് പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ ഇതൊന്നും പറയാതിരുന്നൊരു കാര്യമല്ല. എത്ര വെച്ചിട്ടാ നമ്മൾ അഭിനയിച്ചു വെക്കുക, എത്ര വെച്ചിട്ടാ മറച്ചു വെക്കുക. ഇന്നൊരു ചെറുപ്പക്കാരനാവട്ടെ ആരാവട്ടെ, അവരുടെ മൊബൈല്, സോഷ്യൽ മീഡിയ ഇതെല്ലാം എടുത്താൽ അന്യ സ്ത്രീകളെ കാണേണ്ടി വരും, അന്യ സ്ത്രീകളെ നഗ്നത കാണേണ്ടി വരും. എത്ര ശ്രമിച്ചിട്ട് കാണാതിരിക്കാൻ പറ്റും? അല്ലെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കേണ്ടി വരും. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് പുറത്തിറങ്ങിയാൽ, ഒരു വണ്ടിയിൽ യാത്ര ചെയ്താൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വന്നാൽ കാണേണ്ടി വരും. സ്വാഭാവികമായിട്ടും പുരുഷന്മാർക്ക് ആഗ്രഹം ഉണ്ടാകും. അവർക്ക് അതിന്റെ ഹലാലായ മാർഗം വിവാഹമാണ്. അപ്പൊ അതിനുള്ള ശേഷി അവർ നേടിയെടുക്കണം. ശേഷി എന്ന് പറഞ്ഞാൽ അവർ വിവാഹം കഴിച്ചു വരുന്ന ഒരു സ്ത്രീക്ക് താമസിക്കാനുള്ള സൗകര്യം, അതുപോലെ തന്നെ അവർക്ക് ആവശ്യത്തിന് കൊടുക്കുക. അവർ പിതാക്കൾക്ക് ഉണ്ടെങ്കിൽ അവർ സഹായിക്കണം. സലഫുകളിൽ പിതാക്കൾ അവരുടെ മക്കൾക്ക് വേണ്ടിയുള്ള മഹർ എടുത്തു വെക്കുമായിരുന്നു. നമ്മുടെ നാട്ടിലെ രീതി തന്നെ തെറ്റാണ്. പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോ സ്ത്രീധനം എന്ന് പറയില്ല, പക്ഷെ സ്ത്രീധനത്തിന്റെ പോലെ തന്നെ ഇത്ര പവൻ സ്വർണം അവർക്ക് കൊടുക്കണം. പുരുഷന്മാർക്ക് വിവാഹം കഴിക്കാൻ മഹറിന് അവർ ഒറ്റയ്ക്ക് സമ്പാദിക്കണം. ഇതെവിടുത്തെ ന്യായം? സത്യത്തില് ഇന്നത്തെ യുവാക്കളെ സാമ്പത്തിക ശേഷിയുള്ള പിതാക്കളാണെങ്കിൽ ഒരു ആദ്യഘട്ടത്തിൽ അവരെ സഹായിക്കണം. കാരണം അത്രത്തോളം ഇന്നത്തെ കാലഘട്ടം അപകടം പിടിച്ചതാണ്. അതുകൊണ്ട് തന്നെ സലഫുകൾ ഭയപ്പെടുമായിരുന്നു. അവരുടെ മക്കൾ എങ്ങാനും ഈ വിഷയത്തിൽ തെറ്റിപ്പോയാൽ ഞങ്ങൾ കുറ്റക്കാരുമാകുമല്ലോ എന്നുള്ള രീതിക്ക് ഭയപ്പെടുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പല അസറുകളും ആ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വിവാഹത്തെ അത്രത്തോളം മഹത്തരമായിട്ടുള്ള ഒരു കാര്യം, താജുൽ ഫളീല, ഒരുത്തന്റെ മാന്യത കാത്തു സംരക്ഷിക്കാൻ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമായിട്ട് പഠിപ്പിക്കുന്ന കാര്യമാണ്. ഒരു മനോഹരമായ ദുആ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. ഇബാദുർ റഹ്മാൻ ദുആ ചെയ്യുന്ന ദുആ, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. തന്റെ ഭാര്യയും മക്കളും ഞങ്ങൾക്ക് കൺകുളിർമയാക്കണം, ഞങ്ങളെ മുത്തഖീങ്ങളെ ഇമാമാക്കണം എന്ന് പറഞ്ഞത്. ചില ആളുകൾ വിവാഹമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അതിനെ എതിർത്ത് ഇറക്കുന്നത് കാണാം. സുബ്ഹാനല്ലാഹ്, തെറ്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നോമ്പ് നോൽക്കുന്നവനാണ്, നോമ്പ് തുറക്കുന്നവനാണ്, ഞാൻ വിവാഹം കഴിക്കുന്നവനാണ്. എന്റെ സുന്നത്തിനോട് ആർക്കെങ്കിലും ഇഷ്ടക്കേടുണ്ടായാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. ഉലമാക്കൾ ഇന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥക്ക് വെച്ചിട്ട് ഒരു മനുഷ്യന് അവന്റെ ദീന് സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടിലാകുന്ന അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേലെ നിർബന്ധമാണ് വിവാഹം കഴിക്കൽ. അവന്റെ മേലെ നിർബന്ധമാകുന്ന കാര്യമാണ്. ഇബാ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൻ നോമ്പ് നോൽക്കുകയും അല്ലാത്ത രീതിയിലും അവൻ ഇഫത്ത് കാത്ത് സംരക്ഷിക്കണം. ഞാൻ യുവാക്കളോട് ഈ സമയത്ത് പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം, നിങ്ങൾ വിവാഹത്തിലേക്ക് ആവേശം കാണിക്കും, പല യുവാക്കളും ചെയ്യുന്ന കാര്യം. പക്ഷെ അതിനാവശ്യമായ ഒരു പക്വത, അതിനാവശ്യമായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ അത് ചെയ്യാൻ നിങ്ങൾ ആവേശം കാണിക്കണം. അതായത് ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു അത് വലിയൊരു ഉത്തരവാദിത്തമാണ്. വിവാഹം എന്ന് പറഞ്ഞാൽ കേവലം ഒരു ലൈംഗിക ബന്ധമെന്നോ അല്ലെങ്കിൽ ശാരീരിക ശുദ്ധി കാത്തു സൂക്ഷിക്കുക മാത്രമല്ല, അതൊരു ഉത്തരവാദിത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞ മീസാഖൻ ഗലീദ, പ്രവാചകന്മാരിൽ നിന്ന് വാങ്ങിയ കരാർ പറഞ്ഞ പോലത്തെ പദമാണ് അല്ലാഹു പറഞ്ഞത്, ശക്തമായ കരാർ. വഅഖദ്ന മിൻകും മീസാഖൻ ഗലീദ, നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് അല്ലെങ്കിൽ ആ വിവാഹ ബന്ധത്തിലൂടെ ശക്തമായ ഒരു കരാറാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാം എന്നുള്ള നിലക്ക് തന്നെ ഇറങ്ങിത്തിരിക്കണം. അങ്ങനെയാണ് യുവാക്കൾ ചെയ്യേണ്ടത്. അതിന് അവരുടെ പിതാക്കൾ അവരെ സഹായിക്കുകയും വേണം. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചു, പെൺകുട്ടികളെ സംബന്ധിച്ചു, പെൺകുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും അവരൊരു പ്രായത്തിൽ അവർക്ക് ഒരു പുരുഷൻ വേണം, ഒരു ഭർത്താവിനെ വേണം. അതൊരു വാപ്പ ആ പരിധിയിലെത്തൂല, ഒരു സഹോദരൻ ആ പരിധിയിലെത്തൂല. അതൊരു പുരുഷൻ തന്നെ വേണം, ഭർത്താവിന്റെ സ്ഥാനത്ത് തന്നെ വേണം.
അത് വേണ്ട സമയത്ത് പെൺകുട്ടികൾക്ക് വിവാഹത്തിന് ആവശ്യം വന്നാൽ അതിനെ തടയാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുള്ള കാര്യമാണ് അവ്വല് എന്നുള്ളത്. വിവാഹം കഴിക്കാൻ ഒരു സ്ത്രീ തയ്യാറാകുമ്പോൾ അതിനെ തടയുന്നത്. പ്രത്യേകിച്ച് ഈ ആയത്ത് ഇറങ്ങിയത് പിന്നെ തൊലാഖായിട്ട് ആ ഭർത്താവിന് തന്നെ വിവാഹം കഴിക്കുന്നിടത്ത് തടസ്സം നിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ വിവാഹത്തിന് തടസ്സം നിൽക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലാ തഅ്ദുലുഹുന്ന അൻ യൻകിഹ്ന അസ്വാജഹുന്ന, ഒരു സ്ത്രീ അവർ വിവാഹം കഴിക്കാൻ തടയാൻ പാടില്ല. അങ്ങനെ പല ആയത്തുകളും പല വിഷയങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, വിവാഹം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, അവന്റെ ദീനിൽ, അവന്റെ മൊത്തം ദുനിയവിയായിട്ടുള്ള ഒരുപാട് നിലയ്ക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതിലൊന്നാണ് ഹിഫ്ദുൻ നസ്ൽ, ഈ മനുഷ്യ പരമ്പര, അവന്റെ കുടുംബ പരമ്പര അത് നിലനിൽക്കുന്നു എന്നുള്ളത് വിവാഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് ഉലമാക്കൾ എണ്ണീട്ടുള്ള കാര്യമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഉത്തഖൂ റബ്ബകും അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹി സ്വലാം ഹവ്വാ ബിയെ സൃഷ്ടിച്ചു. അതിനുശേഷം അവരിൽ നിന്ന് ധാരാളം സ്ത്രീ പുരുഷന്മാരെ, മനുഷ്യവംശത്തെ സൃഷ്ടിച്ചത് തന്നെ വിവാഹബന്ധത്തിലൂടെയാണ്. അതുപോലെ തന്നെ അതിന്റെ നിലനിർത്തുന്നത് وهو الذي خلق من الماء بشرا فجعله نسبا وصهرا وكان ربك قديرا. ഒരു വെള്ളത്തുള്ളിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ അത് നിലനിർത്തി കൊണ്ടുപോവുകയും ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, തസവ്വജൂ അൽ വലൂദ അൽ വദൂദ ഫഇന്നി മുകാഫിറുൻ ബികുമുൽ അംബിയാ യൗമൽ ഖിയാമ. നിങ്ങൾ ധാരാളം പ്രസവിക്കുന്ന, നല്ല സ്നേഹിക്കുന്ന സ്ത്രീകൾ വിവാഹം കഴിക്കുക. നിങ്ങളുടെ ആധിക്യം അഥവാ ഇസ്ലാമിന്റെ ഇസ്സത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ആളുകളുടെ ആധിക്യം നാളെ മറ്റുള്ള നബിമാരുടെ മുമ്പിൽ എനിക്ക് പെരുമ നടിക്കാനുള്ള കാരണമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ പല ഫുഖഹാക്കളും പറഞ്ഞത് ജിഹാദിനേക്കാൾ മുൻഗണന വിവാഹത്തിന് കൊടുത്തിട്ടുണ്ട്. കാരണം ജിഹാദിന് എന്ത് വേണം? ആളുകൾ വേണം, പുരുഷന്മാര് വേണം, അല്ലെങ്കിൽ മുസ്ലിം പിന്നെ സമൂഹം ഉണ്ടാവണം. അതിന്റെ പേരിൽ തന്നെ വിവാഹത്തിന് പ്രോത്സാഹനം നൽകാൻ പല ഫുഖഹാക്കളും നൽകിയത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹിഫ്ദുൽ ഉർവ്, ഒരുത്തന്റെ അഭിമാനം, അതുപോലെ തന്നെ സിയാനത്തുൽ ഫർജ്, ഒരുത്തന്റെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിക്കാൻ, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, ഇതെല്ലാം ഈ വിവാഹം കൊണ്ടുള്ള ലക്ഷ്യത്തിൽപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, നാം പറഞ്ഞല്ലോ, ഇന്നത്തെ കാലത്തെ അവസ്ഥയിൽ യുവാക്കളാവട്ടെ യുവതികളാവട്ടെ മുസ്ലിം സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യം അവരെ എത്രയും പെട്ടെന്ന് അവർക്ക് അതിനുള്ള സമയം എത്തിയെന്ന് തോന്നിയാൽ വിവാഹം കഴിപ്പിക്കലാണ്. പിതാക്കന്മാരോട് നമുക്ക് പറയാം, നിങ്ങളുടെ മകൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന റസൂലുള്ളാഹിന്റെ സുന്നത്ത് പകർത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവന് വിവാഹത്തിന് സമയമായി എന്ന് അവൻ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയോ ചെയ്യുകയാണെങ്കിൽ അതിനവനെ സഹായിക്കുക. നിങ്ങൾ ചെയ്യുന്ന വലിയ കാര്യം, നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്ന പോലെ, വെള്ളം കൊടുക്കുന്ന പോലെ ഒരു ആവശ്യമാണത്. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിട്ടാണെങ്കിലും അതിന്റെ ബാക്കിയുള്ള വശങ്ങൾ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വിവാഹം കൊണ്ടുള്ള മറ്റൊരു ലക്ഷ്യമാണ് ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും മാനസികമായ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകുന്നത് വിവാഹത്തിലൂടെയാണ്. ഒരു പുരുഷൻ ഒറ്റയ്ക്ക് എത്ര കാലം വെച്ചിട്ടാണ് അവന് ഒരു സമാധാനത്തിൽ ജീവിക്കാൻ സാധിക്കുക? ഒരു സ്ത്രീ ഒറ്റയ്ക്ക് പിശാച് അവരെ പെട്ടെന്ന് പഴപ്പിക്കാൻ സാധിക്കും. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ, ചിന്തകൾ, അതെല്ലാം വിട്ടുകൊടുക്കും. അതേ സമയത്ത് ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം ഒരു ഭർത്താവുണ്ട്, ഒരു പുരുഷനെ സംബന്ധിച്ച് ഒരു ഭാര്യയുണ്ട്. അവന്റെ വിഷമങ്ങൾ പങ്കുവെക്കാൻ, അവന്റെ സങ്കടങ്ങൾ പറയാൻ, അവളുടെ സങ്കടങ്ങൾ പറയാൻ, പരസ്പരം സമാധാനിക്കാൻ അവരിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ റഹ്മത്തും മവദ്ദത്തും ഇട്ടുകൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. വിവാഹം കൊണ്ടുള്ള വലിയ ലക്ഷ്യമാണ് മനുഷ്യ മനസ്സിനുണ്ടാവുന്ന സക്കീനത്ത്, സമാധാനം. അത് വിവാഹത്തിലൂടെ ലഭിക്കുകയുള്ളൂ. ഒരു പുരുഷന്റെ കൽബ് അത്രത്തോളം അസ്വസ്ഥതയിലായിരിക്കും, വിവാഹത്തിൽ അവന് സമാധാനം കണ്ടെത്താൻ സാധിക്കും. അവന്റെ റഹ്മത്തും മവദ്ദത്തും അവനിടയിൽ ഉണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, യുവാക്കളും യുവതികളും ഇസ്ലാമികമായി ജീവിക്കാൻ, ഈമാനിന്റെ പൂർത്തീകരണത്തിന് വിവാഹത്തിലേക്ക് ധൃതിപ്പെടാൻ, അവർക്ക് സമയമായാൽ അതിലേക്ക് ധൃതിപ്പെടാൻ, അതിനെ സഹായിക്കാൻ മാതാപിതാക്കൾ രക്ഷിക്കണം. ഇനി ചില ആളുകൾ ഇന്ന് കാലത്ത് ഇതിൽ നിന്ന് പിന്തിരിയുന്ന കാണാം. യുവാക്കളാവട്ടെ യുവതികളാവട്ടെ പിന്തിരിയാനുള്ള കാരണങ്ങൾ ശരിക്കും രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തേത് വളർത്തുന്ന സമയത്ത് ദീനിയായിട്ടുള്ള തർബിയത്ത് കൊടുക്കുന്നതിന്റെ കുറവ്.
കാരണം അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസവും അള്ളാഹുവിലെ തവക്കുലും തഖ്വയൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥ. പല യുവാക്കൾക്കും വിവാഹം കഴിക്കാൻ അത്രയും ആവശ്യമായിട്ടുണ്ടാവും. അവർക്ക് കുഴപ്പമില്ലാത്ത താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാവും, കുഴപ്പമില്ലാത്തൊരു വരുമാനം ഉണ്ടാവും. പക്ഷെ അവർക്ക് പേടിയായിരിക്കും, ഈ ഞാൻ എങ്ങനെ കല്യാണം കഴിച്ച് നോക്കാനുള്ള വരുമാനം ഇല്ലല്ലോ, അതിനക്ക് സാധിക്കില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ജീവിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വഴിയൊരുക്കി കൊടുക്കും. രണ്ടാമത്തെ ഒരു കാര്യം, ഈ വിവാഹത്തിനോട് താല്പര്യം കുറയാനും അതിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള കാരണം, ഇന്ന് ഒരുപാട് ആളുകൾ ചെറുപ്പക്കാരും യുവതികളും യുവാക്കൾക്കും ഇസ്ലാമിന്റെ പേരിൽ അവർക്ക് വിവാഹത്തിനോട് താല്പര്യമേ ഇല്ല, വിവാഹത്തിന്റെ ആവശ്യകത ഇല്ലാത്ത പോലെ. അതിനുള്ള കാരണം ഷെയ്ഖ് പറയുന്നത് ഇതുപോലെയുള്ള സുഫൂറും തബറുജും ഇഖ്തിലാത്തും എല്ലാം വർദ്ധിക്കുന്നതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യന്റെ, ഒരു സ്ത്രീയുടെയോ പുരുഷന്റെയോ ഈ ആവശ്യകത അത് അവർക്ക് ഈ വിവാഹം കൊണ്ടല്ലാത്ത രീതിയിൽ പൂർത്തീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാല്, വിവാഹം കൊണ്ടുണ്ടാകേണ്ട ഒരു ബന്ധം അത് അവിഹിതമായിട്ട് പ്രണയങ്ങളിലൂടെയും അവിഹിതമായ രീതിയിലുള്ള ബന്ധങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള ആസ്വാദനങ്ങൾക്ക് ഹറാമായ ഒരുപാട് മാർഗങ്ങൾ, ആ മാർഗങ്ങളിൽ നിന്ന് ഒരുപാട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ മാർഗങ്ങൾ ഉണ്ടാവുമ്പോൾ എന്തുണ്ടാകും, അവർക്ക് പിന്നെ വിവാഹം എന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പേടിയായിരിക്കും. അവരെ ആവശ്യങ്ങൾ നടക്കുന്നുണ്ട്, അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ട്, പിന്നെ അവർക്ക് എന്താ ആവശ്യമില്ല, വിവാഹത്തിന്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ വർദ്ധിക്കുക എന്നുള്ളത് ആളുകളെ വിവാഹത്തിൽ നിന്ന് പിന്തിപ്പിക്കുന്ന ഒരു കാരണമായിട്ട് ഷെയ്ഖ് കൊടുക്കുകയാണ്. അപ്പോൾ ഷെയ്ഖ് ഈ ബാബിൽ പറഞ്ഞ, ഈ ഉസൂലിൽ പറഞ്ഞ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്സവാജ് താജുൽ ഫദീല. ഒരു സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ അവളുടെ മാന്യത ഏറ്റവും നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കാൻ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ് വിവാഹം കഴിക്കുക എന്നുള്ളത്. കാരണം ഇത് മനുഷ്യന് ആവശ്യമുള്ള കാര്യമാണ്. അത് ആരും എതിർത്തിട്ടും കാര്യമില്ല, അതിനെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അതൊരു സ്ത്രീ ആവട്ടെ പുരുഷൻ ആവശ്യമുള്ള കാര്യം. അതിന് ഹലാലായ വഴി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് വരുന്ന തടസ്സങ്ങൾ വലിയൊരു പരീക്ഷണം തന്നെയാണ്. അതിന് വരുന്ന തടസ്സങ്ങൾ വലിയ പരീക്ഷണമാണ്. നാം ഈ ആവശ്യത്തെ പരിഗണിക്കുകയും അത് നിറവേറ്റി കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത് എന്നാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇൻഷാ അല്ലാഹ് 9-ാമത്തെയും 10-ാമത്തെയും വർഷത്തില് ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ദർസിൽ നമുക്ക് സംസാരിക്കാം. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ വേല ഉത്തരവാദിത്തമുള്ളതാണ്. നമ്മുടെ കീഴിലുള്ള ആളുകളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചും അല്ലാതെയുള്ള യുവാക്കളെ സംബന്ധിച്ചുമെല്ലാം ഇതുപോലുള്ള കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാനും അത് പകർത്താനും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമൂഹത്തെയും യുവാക്കളെയും യുവതികളെയും ഏറ്റവും നല്ല മാന്യതയുള്ള ചാരിത്ര ശുദ്ധിയുള്ള ആളുകളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.